നമഃ. ഏവർക്കും എന്റെ വിനീതമായ നമസ്കാരം. ഞാൻ അതിഥി എസ് നാരായണൻ, പാലക്കാട് അമൃത വിദ്യാലയത്തിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഈ വർഷത്തെ ഗീതാ ജയന്തിയോടനുബന്ധിച്ച് അമൃത അയുത് ഭഗവത്ഗീത ചാലഞ്ചിൽ ഭഗവത്ഗീതയിലെ 16ാം അധ്യായമായ ദൈവാസുര സമ്പദ് വിഭാഗ യോഗത്തിലെ 7ാം ശ്ലോകമാണ് ഞാൻ ഇന്നിവിടെ വ്യാഖ്യാനിക്കുന്നത്. ഭഗവത്ഗീത എല്ലാ ജ്ഞാനങ്ങളുടെയും മാതാവാണ്. ജ്ഞാനിയായ ഭക്തന് വിവേചനാധികാരം നൽകുന്ന തത്വശാസ്ത്ര ഗ്രന്ഥം ഭഗവത്ഗീത മാത്രമാണ്. പ്രവൃത്തിം ച നിവൃത്തിം ച ജനാന വിദുരാസുരാഃ ന ശൗചം നാഭിചാചാരോ ന സത്യം തേഷു വിദ്യതേ. അസുര പ്രകൃതിയായ ജനങ്ങൾക്ക് ധർമാധിഷ്ഠിതമായി പ്രവർത്തിക്കണമെന്ന് അറിയില്ല. അധർമ്മ കൃത്യങ്ങളിൽ നിന്ന് പിൻവാങ്ങി നിൽക്കണമെന്നും അറിയില്ല. അവർക്ക് ബാഹ്യമോ ആഭ്യന്തരമോ ആയ ശുദ്ധിയില്ല. മനുഷ്യകുലത്തിന് ആവശ്യം വേണ്ട സത്യസന്ധത പോലും അവരിൽ കാണാൻ കഴിയുകയില്ല. പ്രവൃത്തി നിവൃത്തികളെ വേർതിരിച്ചറിയുകയാണ് മനുഷ്യജന്മം ലഭിച്ച ഒരാൾ ചെയ്യേണ്ട പ്രാഥമിക കൃത്യം. ആസുര പ്രകൃതിയുള്ളവർ ഇതൊന്നും വേർതിരിച്ചറിയാൻ കൂട്ടാകുന്നില്ല. സാമൂഹ്യ നന്മയ്ക്കുതകുന്ന ഏത് പ്രമാണത്തെയും അവർ എതിർക്കുകയേയുള്ളൂ. സത്യം അവരിൽ നിന്ന് ഓടിമറയും. ഈ ശ്ലോകം ഇന്നത്തെ ചില വസ്തുതകളിലേക്ക് വിരൽ ചൂണ്ടുന്നു. അതായത്, വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുക, ഡിജിറ്റൽ ലോകത്ത് ഉത്തരവാദിത്തമില്ലായ്മ കാണിക്കുക, ലാഭത്തിനായി ചട്ടലംഘനം നടത്തുക, പ്രകൃതിയെ നശിപ്പിക്കുക, മൂല്യങ്ങൾ മറക്കുക തുടങ്ങിയവ അവയിൽ ചിലതു മാത്രം. നാം ചെയ്യേണ്ടത് ഇത്യാദി അസുര പ്രകൃതികളെ മാറ്റി നന്മയിലേക്ക് ഉയരണം. ഇതിന് നമ്മൾ കുട്ടികൾ വിവേകത്തോടെ പ്രവർത്തിക്കണം. ഏവർക്കും ഗീതാ ജയന്തി ആശംസകൾ.